തീർത്തും അപ്രതീക്ഷിതമായ ഒരു മരണമായിരുന്നു നടി കാവ്യ മാധവന്റെ അച്ഛൻ മാധവന്റേത്. മാധവേട്ടനായിരുന്നു ഏവർക്കും കാവ്യയുടെ അച്ഛൻ. ഏറ്റവും ഒടുവിലത്തെ പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ മകൾക്കൊപ്പം നിഴലായി അച്ഛനുമുണ്ടായിരുന്നു. ആഴ്ചകൾക്ക് മുമ്പേ ഇരുവരും നടത്തിയ യാത്ര ചെറുപ്പം മുതൽക്കേ അങ്ങനെയാണ്. കാവ്യയെ ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിച്ചതിൽ അദ്ദേഹത്തിനുള്ള പങ്ക് ചെറുതല്ല. ബാലതാരമായുള്ള അരങ്ങേറ്റം മുതൽ നായികയായുള്ള ഏറ്റവും ഒടുവിലത്തെ ചിത്രം വരെയും മാധവേട്ടനാണ് കാവ്യയ്ക്ക് നിഴലായി ഒപ്പമുണ്ടായിരുന്നത്. മകൾ പലവിധ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയപ്പോഴും ഊണും ഉറക്കവും എല്ലാം ഉപേക്ഷിച്ച് കൂട്ടിരുന്ന അച്ഛൻ കൂടിയാണ് അദ്ദേഹം. ഏറ്റവും ഒടുവിൽ മകളുടെ ഒപ്പം മകളുടെ കൺമുന്നിൽ വെച്ചായിരുന്നു ആ മരണം. ചില മരണവാർത്തകൾ ഏവർക്കും ഉണ്ടാക്കുന്ന ഒരു വേദനയുണ്ട്. ഇത്ര വേഗം പോകണമായിരുന്നോ ഈ യാത്ര എന്ന തോന്നലുണ്ടാകും. അത്തരമൊരു യാത്രയായിരുന്നു കാവ്യ മാധവന്റെ അച്ഛൻ്റേത്. മാധ്യമങ്ങൾക്ക് മുമ്പിൽ പോലും അദ്ദേഹം ഇതേ വിളിപ്പേരിലാണ് അറിയപ്പെടുന്നത്. കാവ്യയുടെ നിർണായകമായ പല പ്രസ് മീറ്റുകൾക്ക് മുമ്പിൽ നിന്ന് കാവ്യയെ നയിച്ചതും അദ്ദേഹം തന്നെയായിരുന്നു. ഒരുപക്ഷെ ഒരു അടുപ്പം മിക്ക മാധ്യമങ്ങൾക്കും അദ്ദേഹത്തോടുണ്ട് താനും. എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം ചില ഓൺലൈൻ മാധ്യമങ്ങളോട് കാവ്യയുടെ വീട്ടുകാർ ചെയ്തത് തന്നെയാണ് ശരിയായ രീതിയെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ അഭിപ്രായം. തീർത്തും വൈകാരിക മുഹൂർത്തങ്ങളെയെല്ലാം കാഴ്ചയാക്കുന്ന ചില ക്യാമറ കണ്ണുകളെ വിലക്കിയ രീതി അക്ഷരാർത്ഥത്തിൽ കയ്യടി അർഹിക്കുന്ന കാര്യമാണ്. ചാനൽ റീച്ചിനു വേണ്ടി മൊബൈൽ ക്യാമറകളിൽ പോലും വൈകാരിക നിമിഷങ്ങൾ പകർത്തിയെടുത്ത് പുറം ലോകത്തെത്തിക്കുന്നത് തീർത്തും പ്രൈവസിയിലേക്കുള്ള കടന്നുകയറ്റം കൂടിയാണ്. അത്തരം കടന്നുകയറ്റങ്ങൾക്കൊരു തടയിടൽ കൂടിയാണ് ഇക്കഴിഞ്ഞ ദിവസം കാവ്യയുടെ വീട്ടിൽ സംഭവിച്ചത്. കാവ്യയുടെ വീട്ടിലേക്ക് നിറകണ്ണുകളോടെ വരുന്ന താരങ്ങളെ കണ്ടോ എന്ന രീതിയിൽ ചില വീഡിയോസ് വന്നതൊഴിച്ചാൽ കുടുംബാംഗങ്ങളുടെ നിസ്സഹായത എവിടെയും തുറന്നു കാണിക്കാൻ കുടുംബം അനുവദിച്ചില്ല. അതുതന്നെയാണ് ഏറ്റവും പ്രശംസനീയമായ കാര്യം. മാധവേട്ടൻ്റെ മരണം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ടവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അത്രയും ആരോഗ്യവാനായി എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്ന അദ്ദേഹം കൊച്ചുമക്കൾക്കൊരു കൂട്ടുകാരനെ പോലെ മക്കൾക്കൊപ്പം എന്തിനും ഏതിനും കൂട്ടുനിന്ന ഒരു അച്ഛൻ കൂടിയായിരുന്നു. മകളുടെ കരിയറിന് വേണ്ടി സ്വന്തമായി പടുത്തുയർത്തിയ ബിസിനസ് സാമ്രാജ്യം പോലും വേണ്ടെന്ന് വെച്ച മാധവേട്ടൻ വീടും നാടും എല്ലാം വിട്ടാണ് മകൾക്ക് വേണ്ടി യാത്ര തിരിച്ചത്. എന്നാൽ മകളെ തനിച്ചാക്കിയുള്ള ഈ യാത്ര തീർത്തും വേദനാജനകമെന്നാണ് എല്ലാവരും അഭിപ്രായപ്പെടുന്നത്.